ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന വൃദ്ധ ദമ്പതികൾ സുമനസ്സുകളുടെ സഹായം തേടുന്നു. മച്ചിപ്ലാവ് പറക്കുടി സിറ്റി മൂനക്കുന്നേൽ വീട്ടിൽ രാധാ ശശിക്ക് 2022 രോഗം സ്ഥിരീകരിച്ചത്. പിന്നീട് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സിക്കുന്നത്. ഭർത്താവ് ശശിയും രോഗബാധിതനാണ്. മക്കളില്ലാത്ത ഇവർ സഹോദരന്റെ സംരക്ഷണയിലാണ് കഴിയുന്നത്. ചികിത്സയ്ക്ക് സുമനസ്സുകൾ സഹായിക്കണമെന്നാണ് കുടുംബത്തിന്റെ അഭ്യർത്ഥന. ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന വൃദ്ധ ദമ്പതികളുടെ നിർധന കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് മച്ചിപ്ലാവ് പറക്കുടി സിറ്റി മൂനക്കുന്നേൽ വീട്ടിൽ രാധാ ശശിയാണ് സഹായം അഭ്യർത്ഥിക്കുന്നത്. 64 വയസ്സുകാരിയായ രാധയ്ക്ക് 2022 ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത്. രാധയുടെ ഭർത്താവ് 74 വയസ്സുള്ള ശശിയും രോഗബാധിതനാണ്. നിലവിൽ 4-ാം സ്റ്റേജിലെത്തിയ രോഗാവസ്ഥയ്ക്ക് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. രോഗവുമായി ബന്ധപ്പെട്ട നിരവധി ശസ്ത്രക്രിയകൾ ചെയ്തു. ഇനി ശസ്ത്രക്രിയകൾ ചെയ്യാൻ സാധിക്കില്ലെന്നും മരുന്നുകൾ തുടരണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം 10 ദിവസം കൂടുന്തോറും വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കണം. വൃദ്ധ ദമ്പതികളായ ഇരുവരും രോഗികളും മറ്റു വരുമാന മാർഗങ്ങളുമില്ലാത്ത അവസ്ഥയിലാണ്. നിലവിൽ രാധയുടെ സഹോദരൻ MK നാരായണന്റെ സംരക്ഷണയിലാണ് ഇവർ കഴിയുന്നത്. ഏതാണ്ട് 3 വർഷക്കാലമായി ക്യാൻസറിന് പല ആശുപത്രികളിലും കയറിയിറങ്ങി ചികിത്സയിലാണ്. അവർക്ക് മക്കളില്ല, ഭർത്താവും രോഗിയാണ്. അവരുടെ ആങ്ങളുടെ ആശ്രയത്തിലാണ് അവരിപ്പോൾ കഴിഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. 3 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ചികിത്സ മൂലം അവരുടെ കയ്യിൽ യാതൊരുവിധ മാർഗവും ഇപ്പോൾ മരുന്ന് വാങ്ങാൻ പോലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സഹോദരി ഭർത്താവും. അവരുടെ ബാങ്ക് നമ്പർ കൊടുക്കുന്നു. അവരെ സഹായിക്കാൻ സന്മനസ്സുള്ള ആളുകൾ മീഡിയ നെറ്റിനുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സഹായിക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. മലബാറിൽ താമസക്കാരായിരുന്ന രാധയും ശശിയും അടിമാലിയിലെത്തിയിട്ട് 2 വർഷമായി. 2022 ക്യാൻസർ രോഗം തിരിച്ചറിഞ്ഞെങ്കിലും സാമ്പത്തിക ബാധ്യത മൂലവും ആളില്ലാത്തതിനാലും തിരുവനന്തപുരത്ത് ചികിത്സ തേടാൻ കഴിഞ്ഞില്ല. മുഴ വന്നതിനെ തുടർന്ന് നടത്തിയ ടെസ്റ്റിലാണ് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത്. പിന്നീട് ശസ്ത്രക്രിയ ചെയ്യുകയും തുടർച്ചയായി മുഴ വന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് തൊടുപുഴ അല്ലസർ ആശുപത്രി, എറണാകുളം ജില്ലാ ആശുപത്രി ഉൾപ്പെടെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഒടുവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് നിലവിൽ ചികിത്സ തുടരുന്നത്. 3 ഓപ്പറേഷൻ അടിമാലി ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ചെയ്ത് മുഴകൾ എടുത്ത് കഴിഞ്ഞ് വിളിക്കുമ്പോൾ വീണ്ടും മുഴകൾ വരാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല അമ്മേനെ, അതുകൊണ്ട് മരുന്ന് മിനിമൊക്കെ പോകാം എന്ന് പറഞ്ഞ് മരുന്നാണ് ഇപ്പോൾ ചെയ്തിരുന്നത്. ആഴ്ചയിൽ പോയിട്ട് വേദനയുടെ ഇഞ്ചക്ഷനും ട്രിപ്പും ഗ്ലൂക്കോസും കയറ്റി വരും. 10 ദിവസം കൂടുമ്പോൾ പോയി മരുന്ന് മേടിച്ചിട്ട് വേദനയുടെ ഗുളികയാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം എഴുന്നേറ്റ് നടക്കാനോ മറ്റുള്ള സഹായത്തിനോ ഒന്നും ആരുമില്ല. എല്ലാം ചെയ്യണം ഭർത്താവാണ്. പിന്നെ കുഞ്ഞാരാണെന്ന് പറഞ്ഞ ആങ്ങളെയാണ് ഉള്ളത്. അവർ രാവിലെ വരും പോവും, പണിക്ക് പോകുന്നതാണ്. അവനെല്ലാം അറിയാവുന്ന ഒരാളാണ്. ഇങ്ങനെയുള്ള ആശ്രയത്തിൽ ഞാൻ കിടക്കണം. എനിക്ക് എന്നെ സഹായം ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ സഹായം ഏറ്റവും വലിയ സഹായമാണത്. ഈ അവസ്ഥയിൽ ആരുമില്ലാതെ കിടക്കണ ഒരവസ്ഥയിലായതുകൊണ്ട്
മക്കളില്ലാത്ത ഇവർക്ക് നിലവിൽ സഹായത്തിനായി സഹോദരൻ മാത്രമേ ഉള്ളൂ. എഴുന്നേറ്റ് നടക്കുവാൻ പോലും രാധയ്ക്ക് നിവർത്തിയില്ല. സാമ്പത്തിക ചുറ്റുപാടില്ലാത്തതും ഈ വൃദ്ധ ദമ്പതികൾക്ക് വെല്ലുവിളിയാവുകയാണ്. ഈ അവസരത്തിൽ സുമനസ്സുകൾ തങ്ങളെ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. അടിമാലി ശാഖയിൽ തുറന്നിരിക്കുന്ന SBI ബാങ്ക് അക്കൗണ്ട് വഴി സുമനസ്സുകൾക്ക് സഹായങ്ങൾ നൽകാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.